സത്യം മാത്രം പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോഴും കൃഷ്ണകുമാറിന്റെ ഭാര്യയും മകളും വീണ്ടും എയറിലേക്ക് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരു സാരി കാണിച്ചിട്ട് അവർ പറയുന്നു ഇതാണ് 7000 രൂപയുടെ സാരി. മറ്റൊരു സാരി കാണിച്ചിട്ട് പറയുന്നു ഇതാണ് 8000 രൂപയുടെ സാരി. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വലിയ വലിയ പണക്കാരായ കുറെ കൊച്ചമ്മമാരുണ്ട്. അവർക്ക് ചിലപ്പോഴും തോന്നും, അയ്യോ സിന്ധു കൃഷ്ണ, അഹാന കൃഷ്ണ ഇവർ ഉപയോഗിച്ച സാരിയാണോ, അല്ലെങ്കിൽ ഇവർ വിൽക്കുന്ന സാരി. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ആൾക്കാരെടുക്കുന്ന പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാം, ഈ പൈസ കൊടുത്തിട്ട് ഈ സാധനം എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഏതെങ്കിലും ഫംഗ്ഷന് പോകും. ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കും, അല്ലടോ ഇവർക്കെന്താ സംഭവിച്ചിരിക്കുന്നത്, ഇതെന്താ ഈ പഴയ ഇതേപോലെയുള്ള സാരിയിലെടുത്ത് വന്നിരിക്കുന്നതെന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോഴേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് അഹാനയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചാണ്, ഇത് സിന്ധു കൃഷ്ണയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചാണ്. അങ്ങനെ പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര മാർക്കറ്റാണ് പിന്നീട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണോ, അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കരല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപക്കോ ഇല്ല 700 രൂപക്കോ വാങ്ങിക്കുന്ന അതേ സാധനം തന്നെയായിരിക്കും ചിലപ്പോഴേ ഇവരുടേതായ വിലയും ഇട്ടിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇവർ കൊടുക്കുന്നതായതുകൊണ്ട് ഭയങ്കര വിശ്വാസമാണ്. പിന്നെ ഇവർ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിന്നിട്ട് വാങ്ങിക്കാനും തുടങ്ങും. അത് തന്നെയാണ് അവരുടെ കച്ചവട ട്രിക്ക്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഇപ്പോഴെല്ലാവരും പറയുന്നില്ലേ, അവർ ഇതുപോലെ ആൾക്കാരെ പറ്റിക്കുന്നു, സാരിയുടെ വില കയറ്റി വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്നു എന്ന് പറയുന്നില്ലേ. അവർ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന്, നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാ. അവർ കൃത്യമായിട്ടും പറ്റിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ പറ്റിക്കപ്പെടാനും ഒരു ഭാഗ്യം വേണം. കാരണം അഹാന കൃഷ്ണയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റിച്ചിട്ട് ഒരു സാരി വിൽക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു അതിൽ നമ്മൾ നിന്ന് കൊടുക്കുമ്പോഴേ അത് നമുക്കൊരു ഭാഗ്യമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ലോക്കൽ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ കിട്ടും. അവിടെ പോയിട്ട് പക്ഷെ ഒരു വിലയില്ല നമുക്ക്. അഹാന കൃഷ്ണയുടെ കയ്യിൽ നിന്നും ഇത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിലയുണ്ടല്ലോ, അത് വേറെ തന്നെയല്ലേ. അതാണ് ജനങ്ങളെ ഇവര് പരസ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അവര് പറ്റിച്ചു, അവര് ഇതാക്കി എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് അവരുടെ സാധനം വാങ്ങിക്കാൻ ആളുണ്ടോ, അവരെന്ന് എന്ത് കൊടുത്തു കഴിഞ്ഞാലും ആളുണ്ട്. ചില കമ്പനിക്കാർ എന്ത് നായിക്കാട്ടം വിട്ട് കളിക്കി കൊടുത്തു കഴിഞ്ഞാലും അത് വാങ്ങിച്ച് തിന്നാൻ ജനങ്ങളില്ലേ. അതേപോലെ തന്നെയാണ് ഇവരെന്ത് കൊടുത്തു കഴിഞ്ഞാലും, ഇനി എത്ര ലോക്കല് സാധനം കൊടുത്താലും ആൾക്കാർ വാങ്ങിക്കാനുണ്ട്. അത് ഇവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അവരുടെ സാരി ഒന്നും ഇങ്ങനെ കെട്ടി അവിടെ തന്നെ പൂട്ടി അവിടെ വെക്കുകയല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ ആൾക്കാർ വാങ്ങിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഓസിന്റെ ഇപ്പം എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഓസി ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം നടത്തുന്ന പറയുമ്പോൾ നമ്മൾ അതിശയപ്പെട്ടു പോകുന്നത്. അത് ഓസി നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസിയുടെ ആ കഴിവ്, അത് വാങ്ങിക്കാനും വഞ്ചിക്കപ്പെടാനൊക്കെ ആൾക്കാർ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കെന്താ പ്രശ്നമുള്ളത്? അവർക്കൊരു പ്രശ്നവും ഇല്ല. ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സിന്ധു കൃഷ്ണകുമാറായാലും അതുപോലെ അഹാന കൃഷ്ണകുമാറായാലും അവരുടെ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് അവർ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഇതാ ഈ സാരിയാണ് ഞങ്ങൾ വിൽക്കാൻ പോകുന്നത്, ഈ ഡിസൈനാണ്, ഇന്ത്യയിലോ വിദേശത്തോ എവിടെയും കിട്ടത്തില്ല, ഇത് ഞങ്ങൾ മാത്രം ഉണ്ടാക്കിയ ഡിസൈനാണ്, ഇത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ, അതുപോലെ തന്നെ ഞാൻ ഉടുത്ത് നടക്കുന്നത് കണ്ടിട്ടില്ലേ, ഇത് നിങ്ങൾ ഉടുത്ത് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വേറൊരു ലെവലിലേക്ക് വരും നിങ്ങളുടെ ആത്മവിശ്വാസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ വാങ്ങിക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ മലയാളികൾ അങ്ങനെയാണ്. നല്ല സാധനം കൊണ്ട് ആരെങ്കിലും ഒരാൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയും. പക്ഷെ സിനിമാ താരങ്ങൾ എടുത്തതാണ്, സിനിമാ താരങ്ങൾ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അങ്ങനെ വാങ്ങിക്കുമ്പോഴേ അവർക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരികയാണ്. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ സിന്ധു കൃഷ്ണയായാലും അതുപോലെ അഹാന കൃഷ്ണയായാലും അവരുടെ പരസ്യ ചാർജ്, അവരുടെ ഫോട്ടോഷൂട്ട്, ഇത് ഇടല്, ഇത് മടക്കി വെക്കാൻ ആള് വേണം, ഇത് അയക്കാൻ ആള് വേണം, ഇതെല്ലാം കൂടിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു തുക അങ്ങ് പറയും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സാരി വലിയ ഷോറൂം പോയാൽ 15000 രൂപക്ക് മേടിക്കുന്ന സാരി ചിലപ്പോൾ അതിലും കുറഞ്ഞ ഷോറൂമിൽ ഒരു 10000 രൂപക്ക് കിട്ടും, അതിലും കുറഞ്ഞ ഷോറൂമിൽ 5000 രൂപക്ക് കിട്ടും. ഇത് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ 3000 രൂപ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് എവിടുന്ന് വാങ്ങിച്ചത് ഏറ്റവും കൂടുതൽ വിശ്വാസം തരിക? ഈ 15000 കൊടുത്ത് വാങ്ങിച്ചെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം, അവിടെ വേറെയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഏറ്റവും ലോക്കൽ സാധനമായിരിക്കും 15000 രൂപക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെ വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. നേരെ മറിച്ച് നല്ലത് 3000 രൂപക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അതിന്റെ ഒറിജിനൽ 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കുഞ്ഞു പോലും വാങ്ങിക്കത്തില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഒരു സത്യമാണ്.
അതായത് വില കുറഞ്ഞ സാധനം, അത് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ശരി, വില കുറഞ്ഞ സാധനം. ഇപ്പൊ ഇതേ സാധനം അഹാന അല്ലാതെ വേറൊരു ആരെങ്കിലും ഒരാൾ പോയിട്ട് ഒരു 600 ഉറുപ്പ്യക്ക് തരാന്ന് പറഞ്ഞാൽ ഒരാളും മേടിക്കത്തില്ല. പക്ഷെ അഹാന കൃഷ്ണ പറയുന്ന 6500, 7000, 5000 ഒക്കെ കൊടുത്ത് വാങ്ങിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറയുന്നത്. മലയാളികൾ അങ്ങനെയാണ്. മലയാളികൾ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ്. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസർമാരിലെ എന്തൊക്കെ മാരകമായ അസുഖം വരുന്ന ഈ തേക്കുന്ന സാധനങ്ങളുണ്ട്. അതൊക്കെ വാങ്ങിച്ച ആൾക്കാർ തേക്കുന്നില്ലേ? എന്നിട്ട് 1-2 ആഴ്ച കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നില്ലേ? എത്ര ആൾക്കാർ കിഡ്നി അടിച്ചു പോയിട്ടും കരളടിച്ചു പോയിട്ടും എത്ര ആൾക്കാർ കരളടിച്ചു പോയിട്ടും കിഡ്നി അടിച്ചു പോയിട്ടും ഒക്കെ ആശുപത്രിയിൽ ഇങ്ങനെ കയറി നിരങ്ങുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വരുന്ന സംഭവങ്ങളല്ലേ? പണ്ടൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? പണ്ടൊക്കെ ഇൻഫ്ലുവൻസർമാർ ഉണ്ടായിരുന്നോ? പക്ഷെ ഇപ്പോഴെന്താ, ഈ സാധനം ചുണ്ട് തേക്കുന്നതിന് നമ്മൾ വരെ എന്താ ചെയ്യുന്നത്? ആരാന്ന് ഓളെന്നാ തേക്കുന്നത്? ആ ഓള് തേക്കുന്ന എന്നാ ശരി, അനക്കം മേടിച്ച് തേക്കണം, ഇതല്ലേ പരിപാടി? ഓളെന്നാ മോത്തിടുന്നത്, അത് തന്നെ അനക്കും എടുത്ത് മോത്തിടണം. അങ്ങനെ ഒരു കമ്പനിയോ കാര്യങ്ങളോ ഇല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് എല്ലാവരും ഇപ്പോഴും രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് മദ്യപാനം, പുകവലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ രോഗിയാകുന്നതെങ്കിൽ ഇന്ന് ഭക്ഷണ സാധനങ്ങളിലൂടെയും ഇതുപോലെയുള്ള കെമിക്കലുകളിലൂടെയുമാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഈ സെലിബ്രിറ്റികൾ ഇട്ട ഈ സാധനങ്ങൾ. ഇപ്പൊ അഹാന കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ വലിയ സിനിമാ താരമാണ്. അതുപോലെ തന്നെ ഇന്നും എയറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരൊക്കെ എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാകും. ഇനി അവരൊക്കെ ഉപയോഗിച്ച സാധനങ്ങളാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാകും. കാരണം എന്താ, 10 ആൾക്കാർ പോകുന്നിടക്ക പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് അഹാനയോട് വാങ്ങിച്ചാണ്, ഇത് സിന്ധുവിനോട് വാങ്ങിച്ചതാണ്, എനിക്ക് പരിചയമുണ്ട്, വേണമെങ്കിൽ ഞാൻ നമ്പർ തരാം എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ഒരു പൊങ്ങച്ചമുണ്ടല്ലോ, ആ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടാണ് പകുതി ജനങ്ങളും ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല. ഇവരിത് മാന്യമായിട്ട് ഇവരിത് സെയിൽ ചെയ്യും. അവര് പറയുന്ന പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാൻ ആൾക്കാരും ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. മലയാളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് മലയാളികൾക്ക് ഏറ്റവും വലിയ വേദവാക്യം എന്നുള്ളത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യും. അവര് പാർട്ടികളിലും മറ്റൊരിക്കലും പോയിട്ട് കൊടുക്കുകയും ചെയ്യും. 10 ആൾക്കാരോട് പറയുകയും ചെയ്യും. ഇനി എത്ര കെട്ടിപ്പഴയതായാലോ ഇല്ലെങ്കിൽ ലോക്കലായാലോ ഒരു കുഴപ്പവുമില്ല. കാരണം എന്താ വെച്ചാൽ അഹാനിയല്ലേ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സിന്ധു അല്ലേ തന്നിരിക്കുന്നത്. ആ ഒരു വില അതാണ് ഇവരെല്ലാം വിചാരിക്കുന്നത്. എന്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം ആലോചിക്കുക. അതായത് അവരിങ്ങനെ പരസ്യം ചെയ്തിട്ട് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെ സുഖത്തിനും അവരുടെ ലാഭത്തിനും അവരുടെ വീട്ടിലേക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവിടെയുള്ള മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാളത്തേക്കുള്ള ചാരിറ്റിക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു തേങ്ങാക്കോലക്ക് വേണ്ടിയിട്ടുമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, വാങ്ങിക്കുന്നവൻ വാങ്ങിച്ചോ, മണ്ടന്മാരാകരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. മണ്ടന്മാരാകരുത്. തോന്നിയതുപോലെയുള്ള ബലിയിട്ടിട്ട് ആൾക്കാരെ പറ്റിക്കുക. പിന്നെ വാങ്ങിക്കാൻ ഉള്ള ഒരുപാട് കൊച്ചമ്മമാരുണ്ട്. ഏതായാലും അവരൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കട്ടെ. നമുക്കിതിലൊന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.